നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഐ ഡോക്ടറിലേക്ക് സ്വാഗതം. തോളുകളുടെ സ്വാഭാവികമായ ചലനത്തെ ബാധിക്കുകയും പരിമിതപ്പെടുത്തുകയും ചെയ്യുന്ന അസുഖകരമായ ശാരീരിക അവസ്ഥകൾ നമ്മളിൽ പലർക്കും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും നമ്മൾ ഇതിനെ ഗൗരവത്തിലെടുക്കാതിരിക്കുകയാണ് പതിവ്. എന്നാൽ തോൾവേദന ശ്രദ്ധിക്കാതിരുന്നാൽ അതൊരു പക്ഷേ നട്ടെല്ലിന്റെ ചലനം വരെ പരിമിതപ്പെടുത്തുകയും അസ്വസ്ഥതയുണ്ടാക്കുകയും ചെയ്യും. ഇന്നത്തെ ഐ ഡോക്ടറിൽ തോൾവേദനയുടെ കാരണങ്ങളും പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് സർജനായ ഡോക്ടർ രാഹുൽ രഞ്ജനാണ്. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. ഇപ്പോൾ ഒരു അസ്ഥിരോഗ വിദഗ്ധൻ എന്ന നിലയിൽ ഡോക്ടറുടെ ഒപ്പിയിൽ അധികം ആളുകളും പലതരം വേദനകളായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് തോൾവേദന ആയതുകൊണ്ട് ഈ ഷോൾഡർ പെയിൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം വളരെ സാധാരണമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഈ പെയിൻ ഉണ്ടാകാനും പാകത്തിനൊന്ന് വ്യക്തമാക്കാം. Okay. Yes. So, brief introduction about me. I am a consultant joint replacement and arthroscopy surgeon in Little Flower Hospital, Angamali. പല രീതിയിലെ പല പേഷ്യൻസ് ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട് തോൽവേദനയായിട്ട്. ആൻഡ് അതിനകത്ത് ഫുൾ ഒരു സ്പെക്ട്രം ഓഫ് സൊസൈറ്റിൻ്റെ ആൾക്കാരുണ്ട്, റൈറ്റ് ഫ്രം യങ് പീപ്പിൾ ടു ഓൾഡ് പീപ്പിൾ. എല്ലാവരുടെ കോസസ് ആർ ഡിഫറെൻറ്റ്. പോസ്റ്റ് ട്രോമാറ്റിക്, ഇപ്പോൾ യങ് ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ട്രോമയുടെ ഹിസ്റ്ററി ഉണ്ടാകാം. അവർക്ക് ലിഗമെൻറ്റ് ഇഞ്ചുറി, മസിൽ ഇഞ്ചുറിൻ്റെ വേദന കൊണ്ടാണ് അവർ വരുന്നത്. പക്ഷേ ആ സമയത്ത് തന്നെ പ്രായമുള്ളവർ വരുമ്പോൾ അവർക്ക് മിക്കവാറും ഒരു ട്രോമയുടെ ഹിസ്റ്ററി ഉണ്ടാവില്ല. അവർ വരുന്നത് ഈ ആർത്രൈറ്റിസിൻ്റെ പെയിന്, നൈറ്റ് പെയിൻ, അങ്ങനത്തെ ഉള്ള വേദനയാണ്. പെയിനിൻ്റെ ഇൻറ്റൻസിറ്റി രണ്ട് പേർക്കും വേറെ വേറെ ആയിരിക്കും, ബിക്കോസ് ദ കോസ് ഇസ് ഡിഫറെൻറ്റ്. പിന്നെ സം പീപ്പിൾ ഹാവിങ് ഡയബറ്റീസ് വിത്ത് they come with a very different kind of a pain that is called frozen shoulder or adhesive capsulitis. അവർക്കുള്ള വേദനയുടെ കൂട്ടത്തിൽ ലോസ് ഓഫ് റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്. ഇറ്റ് റിഡ്യൂസസ് ദ മൊബിലിറ്റി ഓഫ് ദെയർ ഷോൾഡർ ആൻഡ് ദേ ആർ വെരി മച്ച് കൺസേൺഡ്. എനിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒറ്റ ഒരു ചോദ്യം, ഡോക്ടർ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ അറിയില്ല, വേദന കൂടിക്കൂടിയായി വരുന്നുണ്ട്. അതിനെ കൂട്ടത്തിൽ ഇതിന് ഷോൾഡറിൻ്റെ മോഷൻ കുറവായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ കൈ തിരിച്ച് ഇങ്ങോട്ട് എടുക്കാൻ പറ്റത്തില്ല, മുടി കെട്ടാൻ പറ്റത്തില്ല. സോ ബേസിക്കലി ഇറ്റ് പ്രൊഡ്യൂസസ് എ ഡിസബിലിറ്റി ഇൻ ദിയർ ലൈഫ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ പല പ്രായക്കാർ വരുന്നുണ്ട്, അതുപോലെ തന്നെ പല രോഗാവസ്ഥയിലുള്ളവരും. അതായത് ഇപ്പം ഡയബറ്റീസ് പോലെ പ്രമേഹമൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ്. പല ആളുകൾക്കും പല തരത്തിലാണ് ഈ പറയുന്ന തോളുവേദന വരുന്നത്. So what was the summary of my statement is it affects the whole spectrum of society. Young people have a different etiology for this pain. പ്രായമുള്ളവർക്കും ഈ വേദനയുള്ള കാരണം വേറെയാകാം. അപ്പം എനിക്ക് തോന്നുന്നു ഓരോ ആളുകളെയും കണ്ട് എന്താണെന്ന് വ്യക്തമായി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഓരോരുത്തർക്കുമുള്ള റെമഡീസ് കൊടുക്കാം. ഡോക്ടർ, ഇപ്പം നമ്മൾ പൊതുവിൽ ഇപ്പം ചെറിയ ആൾക്കാരാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും നമുക്ക് ഈ ഷോൾഡർ പെയിൻ വരുമ്പം നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരിക ഇതൊന്ന് ഉളുക്കിയതായിരിക്കുമോ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ചിലപ്പം മസിൽ പിടിച്ചതാണോ, ഇങ്ങനത്തെ സംശയങ്ങളാണ് വരിക ഷോൾഡർ പെയിനായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ നമുക്കത് നമ്മളത് തന്നെയാണെന്ന് കരുതിയിട്ട് ചിലപ്പോൾ ചൂട് പിടിക്കുകയോ ചിലപ്പം എന്തെങ്കിലും എന്താ പറയുക ബാമൊക്കെ ഇട്ട് തിരുമ്പുകയൊക്കെ ചെയ്യും. പക്ഷേ അതുകൊണ്ട് പെയിൻ മാറണമെന്നില്ല. കാര്യം ഡോക്ടർ പറഞ്ഞ പോലെ പല ആളുകൾക്കും പല തരത്തിൽ പല കാരണം കൊണ്ടായിരിക്കാം വരുന്നത്. നമ്മൾ എന്താണ് അടുത്തത് ചെയ്യേണ്ടത്? വെരി ഗുഡ്, വെരി നൈസ് ക്വസ്റ്റ്യൻ ആൻഡ് വെരി റെലവെൻറ്റ് ക്വസ്റ്റ്യൻ. നൗ ദിസ് ഈസ് വെരി ഗുഡ് തിങ്. ആൾക്കാർ അത് സ്വന്തമായിട്ട് ഒന്നും ട്രീറ്റ് ചെയ്യാൻ നോക്കും. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം അത് പറഞ്ഞ പോലെ ഒരു ചെറിയ മസിൽ പിടുത്തമായിരിക്കും, ഉൽക്കിയതായിരിക്കും. അപ്പോൾ ചൂട് പിടിച്ചാൽ ഇച്ചിരി ആൻറ്റി ഇൻഫ്ലമേറ്ററി NSAIDs കഴിച്ചാൽ വേദന മാറി കിട്ടും. പക്ഷേ എവ്രി വൺ ഡസൻ ഫോൾ ഇൻ ദാറ്റ് സെക്ഷൻ. ചില ആൾക്കാർക്ക് ഇത് പെർസിസ്റ്റ് ചെയ്യും. സോ ഇത് പെർസിസ്റ്റ് ചെയ്ത ശേഷം then it becomes a botheration, then it becomes a concern. So if it is not subsiding, what my advice to my patients is, if it is not subsiding with common means like pain medication, ചൂട് പിടിച്ചു എന്നിട്ട് ഇത് മാറുന്നില്ല, go see your doctor. Go see your doctor because it might need an X-ray. It might need a personal assessment of the patient because നമ്മൾ പേഷ്യൻ്റ് ഒന്ന് എക്സാമിൻ ചെയ്തിട്ട് നോക്കുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഫൈൻ, വാട്ട് ഈസ് ദ റീസൺ വൈ ഹി ഈസ് സഫറിങ്. അതായത് ഒരു വ്യക്തിയെ കണ്ട് നേരിട്ട് പരിശോധിച്ചാൽ മാത്രമാണ് അത് തിരിച്ചറിയാൻ സാധിക്കുക. ഡെഫിനറ്റ്ലി കൺസൾട്ട് എ ഡോക്ടർ. ഡോക്ടർ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഉളുക്കാണോ അല്ലെങ്കിൽ മസിൽ പിടിച്ചതാണോ എന്ന് നമുക്കറിയില്ല.
നമ്മൾ ചെന്ന് ഒരു ഡോക്ടറെ കാണുക എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും നമുക്ക് എല്ലാ വേദനകളും ഒരുപോലാണ്. ഇപ്പം നമ്മൾ ഉളുക്കെന്ന് പറഞ്ഞ് വളരെ നിസ്സാരമായിട്ട് ഉളുക്കെന്ന് പറയും, അല്ലെങ്കിൽ മസിൽ പിടിച്ചതാണോ എന്ന് നമ്മൾ സംശയിക്കും. പക്ഷേ ഇതിനെല്ലാത്തിനുമുള്ള വേദന ഒരുപോലെയാണോ ഉള്ളതെന്നാണ് അറിയേണ്ടത്. അതിന് മുമ്പ് നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ജയൻ കേൾക്കാമോ? ജയൻ കേൾക്കാമോ? ചോദിച്ചോളൂ. ഹലോ 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 ഞാനിത് ഷുഗർ പേഷ്യൻ്റാണ്. ഒരു 10 വർഷത്തോളം ഷുഗർ പേഷ്യൻ്റായിരുന്നു ആണ്. പക്ഷെ കൈ എനിക്ക് പൊക്കാൻ കഴിയുന്നില്ല. ഷോൾഡർ ഭയങ്കര വേദനയാണ്. 2 കൈയും വേദനിക്കുകയാണ്. 2 ഷോൾഡറും ഒരേപോലെ വേദനിക്കുന്നു. ഇത് എത്ര നാളായിട്ടുള്ള വേദനയാണ്? ഇതൊരു 10 വർഷത്തോളം ഷുഗർ പേഷ്യൻ. ഇപ്പൊ ഇത് തുടങ്ങിയിട്ട് 1 വർഷം ആയില്ല. ഒരു 6 മാസം ആവുള്ളൂ ഈ വേദന തുടങ്ങിയിട്ട്. തുടക്കത്തിൽ എങ്ങനെയായിരുന്നു വേദന? ചെറുതായിരുന്നു? ഒരു 6 മാസം ആവും. 6 മാസമായി. ജയൻ, ഡോക്ടർ ചോദിച്ചത് തുടങ്ങിയപ്പോൾ വേദന ചെറിയ രീതിയിലായിരുന്നു എന്നാണ്. ചെറിയ രീതിയിലായിരുന്നു. ഇപ്പൊ കൈ പൊക്കാൻ കഴിയുന്നില്ല. അതാണ് അവസ്ഥ. നമ്മൾ കൈയുടെ ലെവല് ഷോൾഡറിന്റെ പൊക്കം മാത്രമേ പൊക്കാൻ കഴിയുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഈ കംപ്ലയിൻസ് വെച്ച് എനിക്ക് ബലമായ സംശയമുണ്ട് നിങ്ങളുടെ ഷോൾഡറിനകത്ത് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടാവാം. ആൻഡ് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ്റെ ആവശ്യമുണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. ബിക്കോസ് ഡോക്ടർ നേരിട്ട് കണ്ടിട്ട് ചിലപ്പോൾ ഒരു എക്സ്റേ എടുത്തിട്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് എക്സാമിൻ ചെയ്ത ശേഷം അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താണ് ഈ പ്രശ്നമുള്ളത്, നിങ്ങളുടെ ഈ വേദന ഉള്ള കാരണം എന്താണ്. ജയൻ വ്യക്തമായെന്ന് കരുതുന്നു. നേരിട്ടൊരു ഡോക്ടറെ ചെന്ന് കണ്ട് പരിശോധിക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ, നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞത് ഇപ്പം ഉളുക്കെന്നും മസിൽ പിടിച്ചതായിരിക്കും എന്നൊക്കെ നമ്മൾ കരുതിയിരിക്കുന്നതിനെല്ലാത്തിനും നമ്മൾ പൊതുജനങ്ങളുടെ ഒരു അറിവിലേക്കാണ്. ഇതെല്ലാം ഒരേ തരം പെയിൻ ആണോ ഉണ്ടാവുക നമുക്ക്? ഇല്ല. അതാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത്. പീപ്പിൾ സ്റ്റാർട്ട് വിത്ത് കോമൺ ഹോം റെമഡി തെറാപ്പീസ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഇച്ചിരി ചൂട് പിടിച്ചു, ഇച്ചിരി ഗുളിക കഴിച്ചു. ഇത് ഒരു ചെറിയ ഉൽക്കാണെങ്കിൽ വേദന മാറേണ്ടതാണ്. വേദന മാറും. യെസ്. ഒരു ചെറിയ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഒരു ചെറിയ നീർക്കെട്ടുണ്ടെങ്കിൽ ആ വേദന മാറേണ്ടതാണ്. എന്നിട്ട് ഈ വേദന മാറിയില്ലെങ്കിൽ ഓബ്വിയസ്ലി വി സസ്പെക്ട് സംതിങ് മോർ സെനിസ്റ്റർ. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇതിനുള്ള ഒരു റീസൺ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതിന് ഒരു പ്രോപ്പർ അസസ്മെൻറ്റ് ഉണ്ടാവണം. Now, coming on to just now our caller, he has been suffering from this pain for such a long time. Okay. But he has most probably maybe not consulted a doctor yet. Why? മുട്ടുവേദന വരുമ്പോൾ ആൾക്കാരുടെ ജീവനം ബാധിക്കും. That is a disability which affects their quality of life. But shoulder pain, although it is ഒരുപാട് കോമൺ ആണ്, ഒരുപാട് ആൾക്കാർക്കുണ്ട്, ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഉണ്ട്. പക്ഷേ എന്നാലും ഒരു പരിധി വിട്ട് ഇത് ഞങ്ങൾ ബാധിക്കുന്നില്ല. ചെറിയ വേദനയുണ്ട്, നാഗിങ് പെയിൻ ഉണ്ട്, രാത്രി ചിലപ്പോൾ കൂടുതലാണ്, ആ വശത്ത് നമുക്ക് തിരിഞ്ഞ് കിടക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാലും ഞങ്ങളുടെ ഡേ ടു ഡേ ലൈഫ് ബാധിക്കുന്നില്ല. സോ നമ്മൾ ഇച്ചിരി ഇത് ഇഗ്നോർ ചെയ്യാറുണ്ട്. ഫൈനലി നമുക്ക് കിട്ടുന്ന പേഷ്യൻസ് ചെറിയ ലേറ്റ് സ്റ്റേജിലാണ് വരുന്നത്. ഡോക്ടർ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ആദ്യമേ തന്നെ ഡോക്ടറെ കാണാൻ മടിച്ച്, ഈ പറഞ്ഞ പോലെ കാലുവേദന അല്ലാത്തതുകൊണ്ട് നമ്മുടെ മൊബിലിറ്റീനെ ബാധിക്കുന്നില്ല, ഷോൾഡർ പെയിൻ അല്ലേ, നമുക്ക് കുറച്ചും കൂടെ ഒക്കെ അങ്ങ് പോയി നോക്കാം എന്ന് കരുതി വെയിറ്റ് ചെയ്യുന്നു. കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഡോക്ടറെ അടുത്തേക്ക് വരുന്നതെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ചികിത്സയുടെ ഒരു ക്വാളിറ്റീനെയും ബാധിക്കും. ഓഫ് കോഴ്സ്. ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ തരാം. നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ കുരുവുണ്ട്. ഫസ്റ്റ് നിങ്ങൾ ഡോക്ടറിനെ കാണുമ്പോൾ ഡോക്ടർ ഒരു ആൻറ്റിബയോട്ടിക് ഓയിൻറ്റ്മെൻറ്റ് തരും. ഇത് പുരട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ കുരു മാറി കിട്ടും. ഞങ്ങളത് ചെയ്തില്ല. പക്ഷേ അത് മാന്തിക്കൊണ്ടിരുന്നത് അതൊരു വലിയ ആബ്സസിലോട്ട് മാറി. ആഫ്റ്റർ 10 days വി ആർ ഗോയിങ് ടു ദ ഡോക്ടർ. ഡോക്ടർ ഇത് ഒരു ചെറിയ കുറുവായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ എന്നാലും ഇപ്പോൾ ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത്. നൗ യുവർ ഡോക്ടർ ഇസ് ടെല്ലിങ് നൗ വി ഹാവ് ടു ഡു ആൻ ഇൻസിഷൻ ആൻഡ് ഡ്രെയിനേജ്. നിങ്ങൾ അഡ്മിറ്റ് ആവണം. സോ ഓഫ് കോഴ്സ് യു ഹാവ് എസ്കലേറ്റഡ് യുവർ പ്രോബ്ലം. നിങ്ങളൊരു ചെറിയ പ്രശ്നം ഒരു ഓയിൻറ്റ്മെൻറ്റ് വെച്ച് സോൾവ് ചെയ്യാനുള്ള പ്രശ്നം നിങ്ങൾ ഓപ്പറേഷൻ്റെ സ്റ്റേജിൽ എത്തിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിനുള്ള വ്യത്യാസം. അതെ അതെ, വ്യക്തമാവും നമുക്ക്. എന്ന് വെച്ചാൽ മലയാളത്തിൽ തന്നെ അങ്ങനെ ധാരാളം പഴഞ്ചൊല്ലുകളുണ്ട് ഈ പറഞ്ഞ പോലെ ചെറിയൊരു കാര്യം സമയത്ത് ചെയ്യാത്തത് കൊണ്ട് സംഭവിക്കുന്നതിനെ പറ്റി. എക്സാക്ട്ലി. ഡോക്ടർ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമുക്ക് ഈ മസിൽ പെയിൻ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്,
ഒരു പക്ഷേ മസിലിൻ്റെ പ്രശ്നവും ആകാമെന്ന് ഡോക്ടറും പറഞ്ഞു. ഇപ്പം മസിലിൻ്റെ ഒരു പ്രശ്നമാണെങ്കിൽ പോലും അതൊരു ഡോക്ടറെ കണ്ട് കൃത്യമായ സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് ഞാൻ ചോദിക്കുന്നത്? നമ്മൾ പറയുമ്പോൾ ഒരു വെറും മസിൽ പെയിൻ മാത്രമെന്ന് തോന്നിയാലും അതെന്തെല്ലാം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്? See, I'll tell you the full spectrum of society. ഇപ്പോൾ ഒരു യങ് അത്ലീറ്റ്, young person going to the gym, maybe by profession if he is interested in some kind of a sports like cricket, our most common sport. അപ്പോൾ അതിനകത്ത് ബോളർ ആണെങ്കിൽ ഇല്ലെങ്കിൽ ബാറ്റ്സ്മാൻ ആണെങ്കിൽ they can sustain a very bad shoulder injury. അവർക്ക് ഉണ്ടാകുന്ന ഇഞ്ചുറി 79 years ഇല്ലെങ്കിൽ 70 years ഉള്ള ഒരു പ്രായമുള്ള ആൾക്ക് ഉണ്ടാകുന്ന ഇഞ്ചുറി ഇതിനകത്ത് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ജസ്റ്റ് I have brought a model for you. So this is our shoulder joint. Now what happens is that ഈ ഷോൾഡർ ജോയിൻറ്റിൻ്റെ ചുറ്റും കുറേ മസിൽസും ലിഗമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. As you can see here, all these orange marking, these are the ligaments. അപ്പോൾ എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് ഇഞ്ചുറി ഉണ്ടെങ്കിൽ ഈ ലിഗമെൻറ്റ്സിലാണ് ഇഞ്ചുറി വരുന്നത്. നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ബിക്കോസ് എക്സ്റേനകത്ത് നമ്മൾ ബോൺസാണ് കാണുന്നത്. അപ്പോൾ ആ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വലിയ ഇഞ്ചുറി ഇല്ല. പക്ഷേ ആ സമയത്ത് തന്നെ നമ്മൾ ഒരു MRI സ്കാൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായി ഇതിനെ മനസ്സിലാവും ലിഗമെൻറ്റ് ഇഞ്ചുറി ഉണ്ട്. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി യുവർ ഡോക്ടർ വിൽ സജസ്റ്റ് യു we need a small keyhole surgery. Maybe it is a just 30 minutes or 45 minutes procedure and you can get back to a sporting life. This statement is very important. If you have a desk job or a demanding lifestyle alla, you can compromise so many things. Maybe still you can live with this. But if you want to get back to a normal life, namukku oru sporting career venam, namlu poi kalikkanam, പഴയ രീതിയിൽ ലൈഫിൻ്റെ എല്ലാം ഇവൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, then we need our shoulder to be in a perfect position. So that is the difference between the approach to a patient. Now, young patient having a history of trauma, maybe a sporting injury, coming back to us with severe pain, limitation of movements. On examination we find some problems. He is most likely to sustain some ഇൻട്രാ ആർട്ടിക്കുലർ എന്ന് പറയുമ്പോൾ ജോയിൻറ്റിൻ്റെ ഉള്ളിലേ ഉള്ള ഈ ലിഗമെൻറ്റ്സിൻ്റെ ഇഞ്ചുറിയാണ്. പിന്നെ ചില യങ് പേഷ്യൻസ് ഈ ബൈക്ക് ആക്സിഡൻറ്റ്സ് സംഭവിക്കുമ്പോൾ അവരുടെ കുഴത്തെന്നി പോകാറുണ്ട്. ദാറ്റ് ഈസ് എ ടോട്ടലി ഡിഫറെൻറ്റ് തിങ്. സിവിയർലി ഇടപെടുകയാണ്. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. സക്കീർ ഹുസൈൻ കേൾക്കാമോ? ചോദിച്ചോളൂ. എന്റെ ഷോളറില് പിന്നെ എങ്ങനെ വേദന ഉണ്ട് ഇടത്ത് ഭാഗത്ത്. കൈ അനക്കാനും പിടിക്കാനൊന്നും കഴിയുന്നില്ല. അതിന് എന്താ ചെയ്യാ? എത്ര നാളായിട്ട് വേദനയുണ്ട്? വേദനയുണ്ട്. സക്കീർ ഹുസൈൻ കേട്ടോ? കേട്ടു. എത്ര നാളായിട്ട് വേദനയുണ്ടെന്നാണ് ചോദിച്ചത്. ഇപ്പോ ഒരു 6 മാസം തുടർച്ചയായിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ എല്ല് ഡോക്ടറെ കാണിച്ചിരുന്നു. അപ്പൊ ഡോക്ടർ പിന്നെ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞാൽ അതിനകത്ത് ചെറിയൊരു ഗ്യാപ്പ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഫിസിയോതെറാപ്പി വല്ല സജസ്റ്റ് ചെയ്തായിരുന്നോ? ഫിസിയോതെറാപ്പി ഇല്ല, ചെയ്തിട്ടില്ല. ഫിസിയോതെറാപ്പി ചെയ്തിട്ടില്ല. ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? എങ്ങനെ? ഡോക്ടർ ഫിസിയോതെറാപ്പി സജസ്റ്റ് ചെയ്തായിരുന്നോ? ഇല്ലല്ല, ചെയ്തിട്ടില്ല. ഇപ്പൊ അങ്ങനെ തന്നെ വേദന പെർസിസ്റ്റ് ചെയ്യാണ്. രാത്രി നീക്കുമ്പോ ഭയങ്കര വേദന. ചില സമയത്ത് കൈ പൊക്കാൻ കഴിയില്ല. കൈ പൊക്കാൻ പറ്റത്തില്ല. കൈ തിരിയാൻ പറ്റുമോ? പുറകോട്ട് തിരിയാൻ പറ്റുമോ? പിന്നെ ഒരു സൈഡ് തിരിഞ്ഞ കിടക്കുകയുള്ളൂ. കൈ പുറകോട്ട് തിരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. എങ്ങനെ? കൈ പുറകോട്ട് തിരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, പ്രയാസമാണ്. സോ പുറംഭാഗം ചൊറിയാൻ അങ്ങനെയൊന്നും കഴിയില്ല. നിങ്ങളുടെ ഈ കംപ്ലയിൻറ്റ്സ് വെച്ച് എനിക്ക് ബലമായ സംശയമുണ്ട് നിങ്ങൾക്ക് ഒരു ചെറിയ റൊട്ടേറ്റർ കഫ് ടയറിൻ്റെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എൻ്റെ സ്ട്രോങ് റെക്കമെൻഡേഷൻ ആയിരിക്കും നിങ്ങളൊരു ഡോക്ടറിനെ കാണണം. ചിലപ്പോൾ ഒരു സ്കാൻ എടുക്കേണ്ടി വരും. സ്കാൻ എടുത്തിട്ട് നിങ്ങൾ ഇതിനെ വ്യക്തമായ ഒരു ഡയഗ്നോസിസിൽ എത്തണം. എന്നിട്ടാണ് ഇതിനുള്ള ചികിത്സ ചെയ്യാനായിട്ട്. ഒരു റൊട്ടേറ്റർ കഫ് ഒരു മസിൽ ടയർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് ഒരു ഡിസ്കിന് കംപ്ലൈന്റ് ഒന്നും ഓപ്പറേഷൻ ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഇതായിരിക്കും, അതുകൊണ്ടായിരിക്കോ? ഏത് ഡിസ്കിന്റെ കംപ്ലൈന്റ്? എനിക്ക് ഡിസ്കിന് അല്ല
ഡിസ്കിൻ്റെ ഈ നട്ടലിൻ്റെ ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് വേറെ സംഭവമാണ്. ആണല്ലേ? യെസ്. ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഷോൾഡറിലെ പെയിൻ വരാം, പക്ഷേ ആ വേദന വേറെ രീതിയിലാണ് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു ഡോക്ടർ നേരിട്ടൊന്ന് എക്സാമിൻ ചെയ്ത് നിങ്ങളുടെ ഈ വേദന ഉള്ള കാരണം അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സക്കീർ ഹുസൈൻ വ്യക്തമായെന്ന് കരുതുന്നു. വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ, ഇപ്പം സക്കീർ ഹുസൈൻ പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം. He is telling a very relevant thing. Now he is telling that he has undergone a disc problem. Now Zakir Hussain, നമുക്ക് എവിടത്തെ ഡിസ്ക് ആണ്? ഇറ്റ് ക്യാൻ ബി എ സർവൈക്കൽ ഡിസ്ക്, ഇറ്റ് ക്യാൻ ബി എ ലംബർ ഡിസ്ക്. അത് ഞങ്ങളോട് വ്യക്തമാക്കിയില്ല. പക്ഷെ എന്നാലും ഇഫ് ഇറ്റ് ഈസ് എ സർവൈക്കൽ ഡിസ്ക് പ്രോബ്ലം, ദാറ്റ് പെയിൻ ക്യാൻ റേഡിയേറ്റ് ടു ദ ഷോൾഡർ. ആൻഡ് ഇറ്റ് ഈസ് എ വെരി കോമൺ തിങ്. ഒരുപാട് കോമൺ ആണ്. ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ എനിക്ക് വേദന ഉണ്ട്, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കഴുത്ത് അങ്ങോട്ട് തിരിക്കാൻ പറ്റുന്നില്ല, കൈക്ക് മരവിപ്പുണ്ട്. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് ഡോക്ടർ. ചിലപ്പോൾ നമുക്ക് കഴുത്ത് വേദനയാണോ എന്ന് സംശയം തോന്നത്തക്ക രീതിയിൽ അപ്പോൾ ഇത് ഒരു സൂപ്പർ ഇമ്പോസിങ് തിങ്സ് ആണ്. അപ്പോൾ കഴുത്ത് വേദന, ഡിസ്കിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഈ വേദന വരുമ്പോൾ കയ്യിലോട്ട് വേദന ഇറങ്ങി വരും, പക്ഷേ ആ വേദനയുടെ ക്യാരക്ടർ വേറെയാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം ഈ റൊട്ടേറ്റർ കഫ് ടയർ ഉള്ള ആൾക്കാർ, ഇല്ലെങ്കിൽ യങ് പേഷ്യൻസ് വിത്ത് ഒരു ഇൻട്രാ ആർട്ടിക്കുലർ ലിഗമെന്റ് ഇഞ്ചുറി ഉള്ള ആൾക്കാർ, അവർക്ക് ഉണ്ടാകുന്ന വേദന ഇറ്റ്സ് കൈൻഡ് ഓഫ് എ നാഗിങ് പെയിൻ. ദാറ്റ് ഈസ് വാട്ട് ഞങ്ങൾ മെഡിക്കൽ ടേംസിൽ പറയും. ഇറ്റ്സ് വെരി പെർസിസ്റ്റൻറ്റ് കൈൻഡ് ഓഫ് പെയിൻ, ബട്ട് ഇറ്റ് ഡസൻറ്റ് ബോദർ യു ബിയോണ്ട് എ എക്സ്റ്റെൻറ്റ്. പക്ഷേ ഇറ്റ് ഈസ് ഓൾവേസ് പ്രസൻറ്റ്, തുടർച്ചയായി നിലനിൽക്കുന്ന ഒരു വേദനയാണ്. യെസ്. എന്തെങ്കിലും വെയിറ്റ് എടുത്താൽ വേദന കൂടി വരും. പക്ഷേ ആ സമയത്ത് തന്നെ ഈ സർവൈക്കൽ ഡിസ്ക് അസോസിയേറ്റഡ് പെയിൻ ഉണ്ടെങ്കിൽ അത് ഒരു എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ ആണ്. ഇറ്റ് റേഡിയേറ്റ്സ് ഫ്രോം യുവർ നെക്ക്, സ്റ്റാർട്ട്സ് ഫ്രോം യുവർ നെക്ക്, ഈ മൊത്തം കൈക്ക് താഴോട്ട് വരെ വരും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് സിവിയർ സ്റ്റേജസിലാണെങ്കിൽ ഇതിനകത്ത് സെൻസറി മോട്ടർ ഡെഫിസിറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. മീൻസ് കൈക്ക് മരവിപ്പുണ്ടാവും, കൈയിൻ്റെ ബലം കുറയാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കൈ കൊണ്ട് എന്തെങ്കിലും പിടിച്ചാൽ നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാവും, കൈയിൻ്റെ ആ ബലം പോരാ, പണ്ടത്തെ പോലെ എനിക്ക് തോന്നില്ല. ഈവൻ ചില ആൾക്കാർ ഇറ്റ്സ് ലൈക്ക് എൻ്റെ റൈറ്റ് കൈയിൻ്റെ ബലം ലെഫ്റ്റ് കൈയിൻ്റെ കൈ കുറവാണ്. യൂഷ്വലി റൈറ്റ് ഡോമിനൻറ്റ് പീപ്പിൾ ആർ സപ്പോസ് ടു ഹാവ് എ വെരി ഗുഡ് പവർ ഇൻ ദ റൈറ്റ് ഹാൻഡ്. അപ്പോൾ ആ സമയത്ത് തന്നെ ദി തിങ്ക് ലൈക്ക് ഓക്കെ ഫൈൻ, ഈ പവറിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഇതെല്ലാം തന്നെ ഷോൾഡർ പെയിനിന്റെ വിവിധ ഭാവങ്ങളാണ്. യെസ്, എക്സാക്ട്ലി. സോ ഈ പറഞ്ഞു വരുമ്പോൾ വെൻ ഐ ഹാവ് എക്സ്പ്ലെയിൻ ടു യു സോ മെനി സിംറ്റംസ്, അപ്പോൾ ദിസ് സെൽഫ് എക്സ്പ്ലെയിൻസ് ദ നെസസിറ്റി ടു സീ എ ഡോക്ടർ. ബിക്കോസ് ഈ പറയുന്ന എവ്രി വൺ ഈസ് സഫറിങ് ഫ്രം പെയിൻ, ബട്ട് വാട്ട് വി കോൾ ദ ഇറ്റിയോളജി, ഇതിനുള്ള കാരണം വേറെ വേറെയാണ്. അപ്പോൾ ഒരു ഡോക്ടർ നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് എക്സാമിൻ ചെയ്താൽ ഹി ക്യാൻ വെരി ക്ലിയർലി ടെൽ ദാറ്റ് വാട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണ് ഈ പറയുന്ന വേദനകൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്തേണ്ട ഡോക്ടറെ കാണുക തന്നെ വേണം എന്നുള്ളതാണ്. ഡോക്ടർ, ഇപ്പം അതിൻ്റെ കാര്യം പറയുമ്പോഴാണ്, ഇപ്പം ചില ആളുകൾ പറയുന്ന കേൾക്കാം, ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, കിടന്നുറങ്ങുമ്പം മാത്രം, അതായത് രാത്രിയിൽ പെയിൻ കൂടുന്നു. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞൊരു സാധനം എടുക്കുന്നതിനോ ചിലപ്പോൾ വെയിറ്റുള്ള ഒരു ബക്കറ്റ് പൊക്കാനോ ഒന്നും ഒരു പക്ഷേ അവർക്ക് അത്ര ബുദ്ധിമുട്ടില്ല, പക്ഷേ രാത്രി ഉറക്കത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അതിനെപ്പറ്റിയാണ് അറിയേണ്ടത്. അതിനുമ്പോൾ നമുക്കൊരു പ്രേക്ഷകനുണ്ട്. ദിലീപ്, കേൾക്കാമോ? ചോദിച്ചോളൂ. ഹലോ, എനിക്കൊരു 6 വർഷമായിട്ട്. ദിലീപ്, ഹലോ, കേൾക്കാമോ? ദിലീപ്, കുറച്ച് ഉറക്കെ സംസാരിച്ചോളൂ. എനിക്കൊരു 6 വർഷമായിട്ട് ഈ ആദ്യം കാലിന്റെ ഹിപ്പിന്റെ. ദിലീപ്, കേൾക്കാം, പറഞ്ഞോളൂ. സാറേ, ദിലീപ് ടി വി ശ്രദ്ധിക്കാതെ ഒന്ന് പറഞ്ഞോളൂ. 6 വർഷമായി കാലിന്റെ വരെ കേട്ടു, ബാക്കി പറഞ്ഞോളൂ. ഹിപ്പിന് തിരിഞ്ഞിട്ട് കാലിന് ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ MRI കൊടുത്തു. MRI എടുത്തിട്ട് നോക്കിയപ്പോ അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. അവിടെ എന്താണ് എനിക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തതാണ്. പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോ ഒരു ഞരമ്പ് കുറവാണെന്ന് പറഞ്ഞു. ഞരമ്പിനെന്താ ചുരുങ്ങിയിരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞു. അത് അങ്ങനെ ഒരു ആയുർവേദമായിട്ട് അത് ശരിയായി. പിന്നെ അത് ആ പേരായിട്ട് പിന്നെ മറ്റേ തോളിനായി. ആ തോളിന്റെ അങ്ങനെ കുറച്ച് വേദന കുറഞ്ഞില്ലപ്പോ ഇടത്തെ തോളിനും കൂടി വന്നിരിക്കുകയാണ്.
അപ്പൊ എനിക്ക് രണ്ടും കയ്യിൽ അനക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വലത്തേതുകൊണ്ട് ഒരുവിധം ക്ലിയർ ആയതുകൊണ്ട് ഇടത്തേതുകൊണ്ട് ഭയങ്കര വേദന കൂടി ചെയ്യാം. അപ്പൊ എന്താ ചെയ്യാറില്ല. ദിലീപ്, ഞാൻ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത് നിങ്ങൾക്ക് ഷോൾഡറിന്റെ വേദന അല്ല, ഹിപ്പ് ജോയിന്റിന്റെ പെയിൻ ആണ് അല്ലേ? ഹിപ്പ് ജോയിന്റ് വർക്ക് തുടങ്ങിയ 6 വർഷമായിട്ട്. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഷുഗർ പേഷ്യന്റ് ആണ് കേട്ടോ. ഓക്കെ ദിലീപ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. കൈൻഡ്ലി ലിസൺ ടു മീ. ദിലീപ് കേൾക്കുന്നുണ്ട് ഡോക്ടർ, പറയാം. അപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ച സംഭവം, നിങ്ങളുടെ ഡോക്ടറിൻ്റെ അഡ്വൈസിന് കിട്ടിയ ആ സംഭവം, നിങ്ങൾ ഉള്ള പ്രശ്നം ഈ ഹിപ്പ് പെയിൻ ആണ്. ഓക്കെ ദിലീപ്, അപ്പോൾ അതിനകത്ത് ഈ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ ശേഷം ഉള്ള വേദന ആണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങളുടെ കംപ്ലയിൻറ്റ്സ് വെച്ച് ഞാൻ മനസ്സിലാക്കി എടുത്തത്, വാട്ട് യു ആർ സഫറിങ് ഫ്രോം ഈസ് എ വാസ്കുലർ നെക്രോസിസ് ഓഫ് ഫെമറൽ ഹെഡ് ആൻഡ് ഈ സംഭവം വേറെ പിന്നെ ആർത്രൈറ്റിസ് കൂടി ഉണ്ടാക്കും. അപ്പോൾ ഈ വേദന കൂടി വരാം. ഒരു ഡയബറ്റിക് പേഷ്യൻറ്റും കൂടിയാണെന്നാണ് പറഞ്ഞത്. യെസ്. അപ്പോൾ സോ വാട്ട് ദിലീപ് ഈസ് ടെലിംഗ് അസ് ഈസ് ഒരു ഹിപ്പ് ജോയിൻറ്റിൻ്റെ പെയിൻ ആണ്. ഹി ഈസ് ബിൻ സഫറിങ് ഫോർ എ ലോങ് ടൈം ആൻഡ് പുള്ളിൻ്റെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ അതിനകത്ത് ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ് പോയിട്ടുണ്ട്, അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. സോ ദിസ് ഈസ് വൺ വെരി കോമൺ തിങ്. This is of course not related to shoulder, but this thing is what we call in surgical term is avascular necrosis of femoral head. Appo adnathu there will be avascular dead bone in the femoral head, and subsequently it leads to accelerated pace of arthritis in the hip joint, and which leads to pain further in his life. അപ്പോൾ ഡോക്ടർ, വാദം പോലെ തോന്നാവുന്ന വേദനയാണോ അത്? പക്ഷേ ഇത് സാധാരണ വാദമല്ല. ഒരു arthritis coming with age after 60-65 years. This is more common in a younger age group patient. ഒരു 30-35 ഏജ് ഗ്രൂപ്പുള്ള പേഷ്യൻസിനകത്ത് വളരെ കോമൺ ആണ്. അപ്പോൾ അവർക്ക് ഈ avascular necrosis വന്ന ശേഷം femoral head is dead, and after that ഒരു accelerated process of arthritis takes over the hip joint and it becomes severely painful and stiff. നമ്മൾ ഇത്തരം ആളുകൾക്ക് എന്താണ് ചികിത്സ പൊതുവിൽ പറയാറുള്ളത്? Basically it depends. Avascular necrosis ന്റെ പല സ്റ്റേജസ് ഉണ്ട്. So if it is in a diagnosed at a very early stage, then there is something called core decompression of the femoral head. Adana standard procedure, we do it. But if it is associated with severe arthritis, already severe stiffness of the hip joint, then total hip replacement is the surgery being offered to people. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന വ്യക്തിയെ കണ്ട് കൃത്യമായ അസസ് ചെയ്തതിന് ശേഷമാണ് പറയാൻ സാധിക്കുക. His what stage of problem he is, അതാണ് നമുക്ക് നോക്കേണ്ടത്. ദിലീപ് വ്യക്തമായെന്ന് കരുതുന്നു. വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ, നമുക്ക് ഒരു പ്രേക്ഷക കൂടി ചേരുന്നു. റെജീല, കേൾക്കാമോ? കേൾക്കാം. ചോദിച്ചോ. ഡോക്ടർ, എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. പുള്ളിക്കാരന് തോളുവേദന കുറച്ചു നാളായി തുടങ്ങി, ഒരു 2 വർഷത്തോളായി. അപ്പൊ ഡോക്ടർമാരെ കാണിക്കും, മരുന്ന് കഴിക്കും, അങ്ങനെ കൊണ്ടാടുന്നേ. അപ്പൊ ഇത് കൈ പൊക്കാൻ പറ്റുന്നില്ല. ഹലോ ഡോക്ടർ, കേൾക്കുന്നതാ? കേൾക്കുന്നുണ്ട് റെജീല, പറഞ്ഞോളൂ. ഞാൻ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 2-3 ആഴ്ച മുമ്പ് ആൾക്ക് കൈ പൊക്കാൻ പറ്റാണ്ടായപ്പോ ഞങ്ങൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് എക്സ്റേ എടുത്ത് എക്സ്റേയില് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ അപ്പൊ MRI എടുക്കാൻ പറഞ്ഞു. അപ്പൊ MRI എടുത്തിട്ട് ഇന്നലെയാണ് ഡോക്ടറെ കൊണ്ട് റിസൾട്ട് കാണിച്ചത്. അപ്പൊ ആ ഡോക്ടർ പറയുന്നത് എന്താന്ന് വെച്ചാൽ തോളിലെ മസിലിന് ഒരു മുറിവ് പറ്റിയിട്ടുണ്ടെന്നാണ്, ഒരു കീറല് പറ്റിയിട്ടുണ്ടെന്ന്. അപ്പൊ അതിനൊക്കെ അപ്പൊ മസിലിന് ഒരു കീറല് പറ്റിയിട്ടുണ്ട്. പിന്നെ MRI ഒരു സംശയം കൂടി പറയുന്നുണ്ട്, ഒരു മുഴ പോലെ കാണുന്നുണ്ട്. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞ് മുഴ ചിലപ്പോ നീര് കിടക്കണായിരിക്കും, അതുകൊണ്ട് ഫിസിയോതെറാപ്പി ചെയ്ത് നോക്കിയിട്ട് എന്താണെന്ന് നോക്കാനാണ് ആ ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അതിനെ കുറിച്ച് എന്താ അറിയാനായിട്ട്. ഓക്കെ രചന, എനിക്ക് നിങ്ങളുടെ കംപ്ലയിൻറ്റ്സ് വെച്ച് പറഞ്ഞ് മനസ്സിലായത്, ആൾക്ക് ഇപ്പോൾ ഒരു റൊട്ടേറ്റർ കഫ് ടയർ, ഷോൾഡർ ജോയിൻറ്റിൻ്റെ റൊട്ടേറ്റർ കഫ് ടയർ ഉണ്ട്. അതിനെ കൂട്ടത്തിൽ ഈ നീര് പറഞ്ഞ സംഭവം ഇത് ഒരു സിസ്റ്റിക് സ്പേസ് ആണ്, ആൻഡ് ഇറ്റ്സ് വെരി കോമൺ. ആൾക്കാർക്ക് ഈ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി വരുമ്പോൾ നീര് കെട്ടിക്കിടക്കുന്ന ഒരു ചെറിയ സ്പേസസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു ചെറിയ കീ ഹോൾ സർജറി ചെയ്തിട്ട് ഇതെല്ലാം നമുക്ക് വളരെ
സിമ്പിളായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ പേഷ്യൻറ്റിനെ ഒരു ആർത്തോസ്കോപ്പിക് സർജറിയുടെ ആവശ്യമുണ്ട്. റെജില ചോദിക്കുന്നത് ഡോക്ടർ പറഞ്ഞത് ഒരു ഫിസിയോതെറാപ്പി ചെയ്ത് നോക്കിയതിന് ശേഷം മാറുന്നില്ലെങ്കിൽ ആക്ച്വലി യങ് പേഷ്യൻറ്റ് വിത്ത് സിസ്റ്റ് ആൻഡ് ദിസ് റൊട്ടേറ്റർ കഫ് ടയർ, ഓഫ് കോഴ്സ് ഇപ്പോൾ എനിക്ക് ഈ എക്സ്റ്റെൻറ്റ് അറിയില്ല, ഒരു വളരെ ഒരു 15% ഒരു ചെറിയ റൊട്ടേറ്റർ കഫ് ടയർ ആണെങ്കിൽ ഇറ്റ് മേ ഹീൽ. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് എ ബിഗ് ടയർ വിത്ത് എ ബിഗ് സിസ്റ്റ് then chances of spontaneous healing is less, extension of tear is more. അപ്പം എത്രയാണ് ഈ പറഞ്ഞിട്ടുള്ള മുറിവ് അല്ലെങ്കിൽ so it depends what is the extent of the tear. So the doctor who is treating them is in a best position to take a decision whether the patient needs a surgery or they can carry forward with physiotherapy for some time, and after that അത് ഇംപ്രൂവ് ആയില്ലെങ്കിൽ നമുക്ക് സർജറി ഓപ്റ്റ് ചെയ്യാം. രജില ഇപ്പോൾ കാണുന്ന ഡോക്ടറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നീങ്ങാവുന്നതാണ്. അദ്ദേഹമാണല്ലോ ഡോക്ടർ നേരിട്ട് കണ്ടിട്ടുള്ളത്, അതാണ് ഇപ്പോൾ നമ്മുടെ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ ഇപ്പോൾ റൊട്ടേറ്റർ കഫ് എന്നുള്ള ആ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞു. പിന്നെ നമ്മൾ മുന്നേ പല ഫ്രോസൺ ഷോൾഡറിൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഷോൾഡർ പെയിൻ നമ്മൾ പൊതുവിൽ പറയുമെങ്കിലും പലതരത്തിലാണ് ഈ പെയിനുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അപ്പം തൊട്ട് മുന്നേ ഞാൻ ചോദിച്ചൊരു ചോദ്യം, എനിക്കൊന്ന് സാധാരണ ഒത്തിരി കേൾക്കുന്ന ആളുകൾ പറയുന്നൊരു കംപ്ലൈൻ്റാണ് ഉറങ്ങാൻ പോലും പറ്റാത്ത തരത്തിലുള്ള പെയിൻ. അത് ഈ പറഞ്ഞ പോലെ ഇതിൽ ഏത് വിഭാഗത്തിൽ വരും, അതോ ഇതും കണ്ടാണോ തീരുമാനിക്കാൻ പറ്റും? ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണോ? ഇറ്റ്സ് വെരി കോമൺ. ബിക്കോസ് ഈ ഷോൾഡർ പെയിൻ ഉള്ള ആൾക്കാർക്ക് ഞങ്ങൾ എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ഡെഫിനറ്റ് മസിൽ ടോൺ ഉണ്ട് ബോഡിയിൽ, റൈറ്റ്? പക്ഷേ സ്ലീപ്പ് സ്റ്റേറ്റ് ഈസ് ടോട്ടലി റിലാക്സ് സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ ബോഡി മൊത്തം റിലാക്സ് ചെയ്ത് വരുമ്പോൾ മസിൽ ടോൺ കുറഞ്ഞ് വരുമ്പോൾ ഈ ആർട്ടിക്കുലർ സർഫസസിൻ്റെ കോൺടാക്റ്റ് വരും. അപ്പോൾ ആൾക്കാർക്ക് വേദന കൂടി വരും. പ്രത്യേകിച്ച് ഈ അഡിസീവ് ക്യാപ്സുലൈറ്റിസ്, ഫ്രോസൺ ഷോൾഡർ ഉള്ള പെയിൻ, ഇൻട്രാ ആർട്ടിക്കുലർ ഡാമേജ് ഉള്ള പെയിൻ, യങ് പേഷ്യൻസ് ഹാവിങ് സം ഷോൾഡർ ജോയിൻറ്റ് ഇഞ്ചുറി, അവർക്ക് വേദന രാത്രി കൂടി വരും. അത് നമ്മൾ ചോദിക്കാറുണ്ട്, രാത്രി ഉറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേദന കൂടുതലാണോ? സോ മോസ്റ്റ് ഓഫ് ദ ടൈം ദ ആൻസർ ഈസ് യെസ്. ബിക്കോസ് ഈ ഉറങ്ങി കഴിയുമ്പോൾ ദറ്റ് ഡിക്രീസ് ഇൻ മസിൽ ടോൺ leads to increased pain for the patient. മസിലുകൾ അയഞ്ഞു വരുമ്പോൾ വേദന കൂടുമെന്നാണ്. ഡോക്ടർ, നമുക്കൊരു പ്രേക്ഷക കൂടി ചേരുന്നു. ജയപ്രകാശ്, കേൾക്കാമോ? ചോദിച്ചോളൂ സാറേ. എന്റെ വലത് കൈക്ക് ഷോൾഡർ തൊട്ട് കൈപ്പത്തി വരെ നല്ല വേദനയാണ്. ഉള്ളില് എല്ലുകൾക്ക് വേദനയാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലിന്റെ അവിടെ നിന്നാണ് വേദന വരുന്നത്. ഹലോ, എത്ര നാളായിട്ടുണ്ട് വേദന? ഹലോ ഹലോ, വേദന എത്ര നാളായിട്ടുണ്ടെന്നാണ് ചോദിച്ചത്. വേദന എത്ര നാളായിട്ടുണ്ട്? വേദന ഇപ്പൊ ഞാനൊരു 4 വർഷം മുമ്പ് വണ്ടി ഒന്ന് മറിഞ്ഞിരുന്നു. അന്നേരം കൈക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായതാണ്. അന്നേരം കൈക്കും ഇതൊന്നും ചെയ്തിട്ടില്ല. അന്ന് എടുത്ത് നോക്കിയപ്പോഴൊന്നും എക്സ്റേയിലൊന്നും കണ്ടില്ല. ശരി, അപ്പൊ ഞാനൊരു കാര്യം പറയാം. അപ്പൊ ഈ 4 വർഷം കഴിഞ്ഞ ശേഷം പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല? ഇല്ല, ഒരു വർഷം ഉണ്ടായിട്ടില്ല സാർ. അപ്പൊ ഈ വേദന കൂടി വന്നിരിക്കുന്നത് എത്ര നാളായിട്ടുണ്ട്? ഇപ്പൊ 2-3 ദിവസമായിട്ട് ഞാൻ കുറച്ച് ആടുകളെ വളർത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇത് കാരണം എനിക്ക് അങ്ങനെ അത് ചെയ്തോണ്ടിരിക്കണതിന്റെ ഇടക്കാണ് 2 ദിവസമായിട്ട് തീരെ പറ്റുന്നില്ല. ഇന്നലെ തൊട്ട് നല്ല വേദന കൂടി. ഇന്നിപ്പോ കൈ ഒന്നും അനക്കാൻ പോലും പറ്റുന്നില്ല. ഓക്കെ, ഷുഗറിന്റെ അസുഖം വല്ല ഉണ്ടോ? തൈറോക്സിൻ ചെറിയ പ്രായം തൊട്ടേ ഉണ്ട് സാറേ. തൈറോയിഡിന്റെ കംപ്ലൈന്റ് ഉണ്ട് ചെറിയ പ്രായത്തിലുണ്ട്. കൈ പൊക്കാൻ പറ്റുന്നുണ്ടോ? കൈ പുറകോട്ട് തിരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഒന്നും പിടിക്കാനായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഒരു ആടുകളുടെ തീറ്റ എടുക്കുന്ന പാത്രം പോലും തൊടാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ എല്ല് സംബന്ധമായ പ്രശ്നമല്ല. എക്സ്റേ എടുത്താലും എക്സ്റേ വളരെ നോർമൽ ആയിരിക്കും. പക്ഷേ എൻ്റെ ബലമായ സംശയം നിങ്ങൾക്ക് ഒരു മസിൽ ഡാമേജ് ഉണ്ട് ഉള്ളിലെ, പിന്നെ ഒരു ചെറിയ ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഈ വേദന എത്ര കൂടി വന്നത്, പിന്നെ നിങ്ങൾക്ക് ഉള്ള ഈ ഡിസബിലിറ്റി. സോ എൻ്റെ സജഷൻ ആയിരിക്കും നിങ്ങൾ ഫസ്റ്റ് ഒന്നും NSAIDs ഒരു മെഡിസിൻസ് കഴിക്കുക, വേദന എന്നിട്ട് ഫിസിയോതെറാപ്പി ചെയ്യണം. ഗുളിക കഴിച്ച് ഫിസിയോതെറാപ്പി ചെയ്ത ശേഷം വേദന മാറിയില്ലെങ്കിൽ നമുക്കൊരു MRI സ്കാൻ എടുത്ത് നോക്കേണ്ടി വരും. ഞാൻ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലിയിലാണ് വർക്ക് ചെയ്യുന്നത്. ജയപ്രകാശ്, വിളിച്ചതിന് വളരെ നന്ദി.
ഡോക്ടർ നമ്മുടെ സമയം ഇന്നത്തെ തീരുകയാണ്. കൂടുതൽ വിശദമായ വിവരങ്ങളുമായി വേറൊരു എപ്പിസോഡിലും കൂടി ഇരിക്കേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഴ്ചയിലൂടെയോ അപകടത്തിലൂടെയോ തോളിന് സംഭവിക്കുന്ന കേടുപാടുകൾ കൊണ്ടും ആവർത്തിച്ചുള്ള അധ്വാനം, വാർദ്ധക്യം എന്നിവ കാരണവും തോളിൽ വേദന ഉണ്ടാകാം. കൂടാതെ ജീവിതശൈലി, ജോലി, വ്യായാമക്കുറവ് എന്നിവയെല്ലാം തോൾ വേദനയ്ക്ക് ഒരുപക്ഷെ സാഹചര്യം ഒരുക്കിയേക്കാമെന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഈ വിഷയത്തിൽ നിർദ്ദേശിക്കപ്പെടുന്ന ചികിത്സകളും ശസ്ത്രക്രിയാ രീതികളെ പറ്റിയുമെല്ലാം വളരെ കുറഞ്ഞ രീതിയിലെങ്കിലും പങ്കുവച്ചത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് സർജനായ ഡോക്ടർ രാഹുൽ രഞ്ജന. വളരെ നന്ദി. ആരോഗ്യരംഗത്തെ കൂടുതൽ അറിവുകളുമായി പുതിയൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം.